ഹലോ സാസിമാണിക്കാണ് ആൻറ്റി ഗോൾഡ് ഡയമണ്ട്സ് കാസർഗോഡ്. സുഹൃത്തുക്കൾ, സ്വർണ്ണവില ചെറുതായിട്ട് കുറഞ്ഞു കേട്ടോ. ഇന്നലെ ഗോൾഡിൻ്റെ റേറ്റ് ഇടാത്ത എന്തെന്നുള്ളത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. എന്താ പറഞ്ഞാൽ ഗോൾഡിൻ്റെ റേറ്റ് 54,000 മുകളിൽ, അതായത് 55,000 മുകളിലൊന്നും പോകില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഞാൻ നമ്മൾ ആ കബറിച്ചാരോട് കുറച്ച് യുദ്ധമൊക്കെ നടത്തിയിട്ടുണ്ടായത്. നിർഭാഗ്യവശാൽ 55 മുകളിൽ കയറിപ്പോയി. അങ്ങനെ പുള്ളീൻ്റെ മുമ്പിലാണ് നമ്മളിങ്ങനെ വെയിറ്റിൻ്റെ റേറ്റ് ഇടേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ച് ഇത് റേറ്റ് ഇടുമ്പോൾ പുള്ളി ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ അറിയും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇടാണ്ട് നിന്നത്. ഇന്ന് നല്ല ഹാപ്പിയിൽ സന്തോഷത്തിലൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, 54,640 പവനും 6,830 ഗ്രാമിനായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അവർ സന്തോഷം തന്നെയാണ്. അപ്പോൾ വീണ്ടും വില കുറയട്ടെ. അപ്പോൾ റൈറ്റിനേക്കാൾ പ്രധാനം ഞാൻ കണ്ടത് എന്താ പറയുക, ഇന്നത്തെ കളക്ഷൻസാണ്. നമ്മളെ നോമാൻ കുട്ടനെ അടിപൊളി ഒരു സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ബ്രൈഡലിൻ്റെ 10 പവൻ്റെ സൂപ്പർ ഡിസൈൻ, അതും വെറൈറ്റി ഡിസൈൻ, ലൈറ്റ് വെയിറ്റിൽ വരുന്ന ക്യൂട്ടായിട്ടുള്ള അതിരസകരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ്. നോക്കി നിങ്ങൾ, അടിപൊളി അടിപൊളി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഷോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആവശ്യത്തിനാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളൊരു അടിപൊളി ഷോറൂം, ഒരു സെക്കൻഡ് ബ്രാഞ്ച് നമ്മൾ കർണാടകയുടെ മംഗലാപുരത്ത് ഇൻഷാ അല്ലാഹ് വരാൻ പോകുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾ കാണാൻ പോയി. അപ്പോൾ പുള്ളി എന്നെ കണ്ടപ്പോൾ, അതായത് നമ്മൾ ആ പുള്ളി അത്ര വലിയ ആളാണ്, ബിഗ് ബോസ്. അപ്പോൾ അയാളെ കണ്ടപ്പോൾ എന്നെ പുള്ളി പറയാണ്, അടിപൊളിയാണല്ലോ. ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഞാൻ പറയുന്ന വാക്കാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ നീ വലിയ സോഷ്യൽ മീഡിയയിൽ ഞാൻ നിൻ്റെ വീഡിയോ കാണലുണ്ട്, അപ്പോൾ അതിൽ നീ അടിപൊളി പറയലുണ്ട്. അങ്ങനെ ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. അപ്പോൾ മാഷാ അല്ലാഹ് നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പറഞ്ഞ് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ വീഡിയോ ആൾക്കാർക്ക് എത്താൻ കാരണം നിങ്ങളെ പോലുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഷെയറിങ്ങും സപ്പോർട്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങളോടാണ് എനിക്കതിൽ നന്ദി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു കളക്ഷൻസിലേക്ക് തന്നെ കടക്കാം. നമ്മളെ സുധീഷ് കറക്റ്റ് കളക്ഷൻസെല്ലാം നല്ല രീതിയിൽ ഇങ്ങൾക്ക് കാണുന്ന രീതിയിൽ തന്നെ അവൻ എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ സുധീഷ് അടക്കമുള്ള ഒരു ഗ്യാങ് ആയിരിക്കും മംഗലാപുരത്തേക്ക് വരുത്ത് എന്ന കാര്യം സംശയമില്ല. ഇൻഷാ അല്ലാഹ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നല്ലൊരു കളക്ഷൻസ്, അതായത് 10 പവനിൽ ഒരു ബ്രൈഡലിന് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും എല്ലാ കളക്ഷൻസും ഇതിൽ പെട്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ബ്രൈഡലിന് വേണ്ട എല്ലാം ഉണ്ട് ഇതിൽ. അത് ഒരു 10 പവനെ ആകെ കൊടുക്കാനുള്ളൂ. പക്ഷേ കാശാണെങ്കിൽ ആകെ 10 പവൻ്റെ ഉള്ളൂ. പക്ഷേ 10 പവനിൽ എന്താവും ഇങ്ങനെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് കിട്ടുമപ്പാ, എന്തുണ്ടാവലേ, അങ്ങനെയൊന്നുമല്ല. 10 പവനാണെങ്കിലും 5 പവനാണെങ്കിലും ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഡിസൈന്, ആ ഒരു വെയ്റ്റിൽ അത്യാവശ്യം കാണാൻ കൊള്ളുന്ന ആ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തു തരാൻ പറ്റും. അതാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിക്കാനുള്ള കാരണം തന്നെ. ഇപ്പോൾ ഇത് ഇന്ന് കാണിക്കുന്ന ഈ ഒരു 10 പവനിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു രാജ്കോട്ടിൻ്റെ അടിപൊളി ഫിനിഷിങ്. ഈ ഫിനിഷിങ്ങാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ രാജ്കോട്ടിൻ്റെ 1 പവൻ മാത്രം തൂങ്ങ വരുന്ന ഈ ഒരു കളക്ഷൻസ് ഉണ്ടല്ലോ, ഇതൊരു പോളി ഡിസൈൻ തന്നെയാണ്. അതും നമുക്കിതിൻ്റെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണിക്കൂലിയാണ്. ലൈറ്റ് വെയ്റ്റിൻ്റെ ഈ ഒരു ഐറ്റംസ് നമുക്ക് ചെറിയ പണിക്കൂലിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. നല്ല രസമുള്ള ഐറ്റംസ് അല്ല, നല്ല രസമാണ്, അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷൻസ്, നല്ല ഭംഗിയുള്ള ഈ ഒരു ഐറ്റംസ് നമുക്ക് ചെറിയ കൂലി നിങ്ങൾക്ക് തരാം. അത് നമുക്ക് ഈ ഒരു ബ്രൈഡലിൻ്റെ കൈക്ക് ഈ ഒരു ഡിസൈന്, ഈ ഒരു കളക്ഷൻസ് ഇട്ടെങ്കിൽ ഭംഗി ഇച്ചിരി കൂടും എന്ന കാര്യം സംശയം വേണ്ട. അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ഉള്ളത്. അടിപൊളി ഡിസൈൻ, സൂപ്പർ. നെക്സ്റ്റ് നമുക്ക് നേരെ പോകുന്നുള്ളത് നമ്മളെ ഇയർ ഡ്രോപ്സിലേക്കാണ്. ഇയർ ഡ്രോപ്സിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഈ ഒരു ഡിസൈനിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെയാണ്. ഒരു ഫിനിഷിംഗ് ആയെങ്കിലും അതിൻ്റെ ഡിസൈൻ ആയെങ്കിലും അതിൻ്റെ ഈ ഒരു മണിയാണെങ്കിലും സൂപ്പർ ഡിസൈൻ. ഇതൊരു ബ്രൈഡലിനൊക്കെ ഇട്ടുണ്ടല്ലോ, മണവാട്ടിയുടെ മൊഞ്ചിച്ചിരി കൂടും എന്ന സംശയം വേണ്ട. നമുക്ക് എന്തുകൊണ്ടും പറയാൻ പറ്റും. ഇതിൻ്റെ തൂക്കമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ 2 കമ്മലും കൂടി വരുന്നുള്ളത് വെറും 4 ഗ്രാമാണ്, അതായത് അരപ്പവൻ. എന്താ രസമല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ 1.5 പവനാണ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തത്. ഒരു കമ്മലും ഒരു ഇതും കൂടി 1.5 പവനായി. എങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ. ഇനി നമുക്ക് നേരെ പോകുന്നുള്ളത് നമ്മൾ ഈ ഒരു ആൻറ്റിക്കിൻ്റെ നെക്ലസിലേക്കാണ്. അടിപൊളി നെക്ലസ് അല്ലേ. ഇതിൻ്റെ സ്റ്റോണ്, ആ ഒരു പച്ചയും
അതുപോലെ ആ ലൈറ്റ് മെറൂൺ കളർ വന്നിട്ടുള്ള ആ ഒരു സ്റ്റോണൊക്കെ മിക്സായിട്ട് നല്ല രസത്തിൽ 9 ഗ്രാമാണ്. അതായത് 1 പവൻ പ്ലസ് 1 ഗ്രാം അങ്ങനെയാണ് ഈ ഒരു നെക്ക് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള സാധനം കേട്ടോ. 8 ഗ്രാമിന് 1 ഗ്രാം കൂടുതലുണ്ട്. 1 പവൻ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. നല്ല രസമുള്ള സാധനം, നല്ല ഉണ്ട്, നല്ല ഭംഗിയാണ്, അടിപൊളി സാധനം. നമുക്ക് മെഹർ കൊടുക്കാനും നമുക്ക് ഇങ്ങനെയുള്ള ഡിസൈൻ പറ്റും. അതുപോലെ എൻഗേജ്മെൻറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഡിസൈനാണ്. അതും ആൻറ്റിക് ടച്ചാണ് ഇതിനുള്ളത്. അതിൻ്റെ ഒരു ഫീലിംഗ്, അതൊരു റിച്ച്നെസ് നമുക്കതിന് ഫീൽ ചെയ്യുമ്പോൾ സംശയം വേണ്ട. അങ്ങനെയുള്ളൊരു ഡിസൈൻ നല്ല രസമായി. അപ്പോൾ ഇത് നമുക്കൊരു പവനായി കൂട്ടുകയാണെങ്കിൽ ഇത് ടോട്ടൽ 1.5 ഇതും അതപ്പോൾ 2.5 പവനിലേക്ക് നമ്മൾ കടന്നു. ഇനി നമുക്ക് വരാൻ പോകുന്നുള്ളത് ബാംഗിൾസാണ്. ഒരു കയ്യിൽ മൊത്തമായിട്ട് കിടക്കുന്ന ബാംഗിൾസ് 1 2 3 4 5 ബോംബെ ഡിസൈനിൽ വരുന്ന ഫുൾ ബോംബെ റിയൽ ബോംബെ ബാംഗിൾ എന്ന് പറയുന്ന ഈ ഒരു ഡിസൈന് നല്ല ഭംഗിയുള്ള, അതിലേറെ നല്ല ഫിനിഷിംഗ് ഉള്ള ഈ ഒരു ഡിസൈന് നമ്മളൊരു കയ്യിൽ നല്ല മൊഞ്ചിൽ കിടക്കുമെന്ന് സംശയം വേണ്ട. വീണ്ടും എനിക്ക് പറയാൻ പറ്റും, ഈ ബാംഗിൾസിനൊക്കെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടുന്ന ഒരു റിബൺ വരുന്നുണ്ട്. അതുകൂടി ഇടുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു ബാംഗിൾസിൻ്റെ മൊത്തമായിട്ട് തൂക്കം വരുന്നുള്ളത് 6.5 പവനാണ്. മനസ്സിലായില്ല? അപ്പോൾ 2.5 പവനും 6.5 പവനാകുമ്പോൾ എത്രയാണ് തൂക്കം വരുന്നുള്ളത്? 9 പവൻ വന്നു അല്ലേ? ഓക്കെ, 6.5 7 8 9 പവനായി. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞു തരണം. അതായത് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് 1 പവൻ, 1.5 പവൻ, ഇവിടെ 1 പവൻ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 2.5 പവനായി. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 6.5 പവൻ്റെ മൊത്തം ബാംഗിൾസും കൂടി വന്നു. അങ്ങനെ നമുക്ക് 9 പവനായി ഈ ഒരു സെറ്റ്. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റുള്ള ഈ ഒരു ബാംഗിൾസാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ത്രെഡ് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം ഇത് 8 ഗ്രാം വരുന്നുണ്ട്. ഇത് നമുക്ക് 6 ഗ്രാമിലും അതുപോലെ 4 ഗ്രാമിലും ഇങ്ങനെയുള്ള ബാംഗിൾസ് വരുന്നുണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും വെയിറ്റിൽ കുറവിൽ ചെയ്യാൻ പറ്റും. 8 പവനോ അതല്ലെങ്കിൽ 6 പവനൊക്കെ സെറ്റ് ചെയ്യേണ്ടവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള ബാംഗിൾസ് ലൈറ്റ് വെയിറ്റിൽ, അതുപോലെ ഈ നെക്ലേസ് നമുക്ക് 3/4 പവനിലാക്കി അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റും. അതുപോലെ ഇത് നമുക്ക് 3/4 പവൻ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ആക്കി നമുക്ക് കുറക്കാനും പറ്റും, സംശയം വേണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വരുന്നുള്ളത് 1 പവനാണ്. അതുപോലെ ഈ ഒരു ബാംഗിൾസ് വരുന്നുള്ളത് 1.25 പവനാണ്. പിന്നെ ഇത് വരുന്നുള്ളത് 2 പവൻ. കണ്ടില്ലേ? 2 പവൻ 1.25 1. അങ്ങനെ ടോട്ടലാണ് ഈ ഒരു ഐറ്റംസ് വരുന്നുള്ളത് 6.5 പവൻ. ഇപ്പോൾ നമുക്കിവിടെ ഇത്ര സാധനം മാത്രം നമുക്ക് 9 പവനായിട്ടോ, 9 പവൻ. ഇനി നമുക്ക് 1 പവൻ്റെ അടിപൊളിയായിട്ടുള്ള പരസ്പരം ഡിസൈനിൽ വരുന്ന പാദസരം. പരസ്പരം ഡിസൈനിൽ വരുന്ന ഈ ഒരു പാദസരം നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല രസമാണ്, നല്ല ക്യൂട്ടാണ്, അതിലേറെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ നമുക്കിതിൽ പറയേണ്ട ഒരു കാര്യം, പുതിയ ഡിസൈനാണ്, ന്യൂ ഡിസൈൻ. അങ്ങനെ ഡാമേജും വരാത്ത ഒരു കളക്ഷൻസ് കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള പരസ്പരം പാദസരം. ഇത് നമുക്ക് ബ്രൈഡലിന് മാത്രമല്ല, ബ്രൈഡലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഡെയിലി വെറൈറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള 8 ഗ്രാമിൻ്റെ ഒരു പാദസരം. ഇതേ പാദസരം നമുക്ക് 6 ഗ്രാം, അതായത് 3/4 പവനിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. എങ്കിലും നമുക്ക് വെയിറ്റ് വീണ്ടും കുറക്കാൻ പറ്റും. ഇന്ന് 10 പവൻ്റെ സെറ്റാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ബാംഗിൾസ് 4 ഗ്രാമിൽ എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 4 ഗ്രാം പോകുമ്പോൾ ഇവിടെ 1 പവൻ 5.5 പവനായി. അതുപോലെ ഇത് 3/4 പവനിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ 1/4 പവൻ കുറഞ്ഞു. അപ്പോൾ നമുക്ക് 8.25 പവനായി. ഇത് നമുക്ക് 3/4 പവനിൽ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് 8.5 പവനായി. അപ്പോൾ നമുക്ക് ഇതും നമുക്ക് 3/4 പവനിൽ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 7 പവൻ. 7 പവനിലും നമുക്ക് ഒരു ബ്രൈഡൽ സെറ്റ് ഇതേ ഡിസൈനിൽ സെറ്റാക്കാൻ പറ്റും, സംശയമൊന്നും വേണ്ട. ഇൻഷാല്ലാ നെക്സ്റ്റ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഡിസൈൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 പവൻ്റെ അത്യാവശ്യം നല്ല വെയിറ്റും അതിലേറെ നല്ല ഭംഗിയും അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഒരു കളക്ഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കളക്ഷൻസ് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ ഫാമിലിയിൽ, നമ്മളെ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ ഉണ്ടാവും. അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരമായിരിക്കും ആ ഒരു ഷെയറിങ്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് വെയിറ്റ് ഇൻഷാല്ലാ വീണ്ടും നാളെ വരാം. അപ്പോൾ നമ്മൾ പുതിയ ഷോറൂം മാംഗ്ലൂർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് നമ്മളുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ
എവിടെയാണ് സ്ഥലം, എന്താണ് കഥ, എങ്ങനെയാണ്, എപ്പോഴാണ് ഓപ്പണിങ് ഒക്കെ ഞാൻ നിങ്ങളെ സോഷ്യൽ മീഡിയ വഴി എന്നെ അറിയിക്കും. അപ്പം ആ ഭാഗത്തുള്ള എല്ലാവരും പറയാണ് ഉദ്ഘാടന ടൈമിൽ നിങ്ങളുണ്ടാവണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അടിപൊളി പരിപാടിയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഉദ്ഘാടനം വരിക. അതുപോലെ നല്ല ഓഫറും കാര്യമൊക്കെ അവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരിക്കൽ കൂടി നല്ല ദിവസം പ്രകാശിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.